ഹായ് ക്രിയേറ്റേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 5 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. ഇതിൽ അഞ്ചാമത്തെ അപ്ഡേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം മോശം അപ്ഡേറ്റ് ആണെന്ന് പറയാം. അതുപോലെ ക്രിയേറ്റർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങളൊരു ചെറിയ യൂട്യൂബറോ വലിയ യൂട്യൂബറോ ആയിക്കോട്ടെ, ഈ 5 അപ്ഡേറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് 5 അപ്ഡേറ്റുകൾ എന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ് ലൈവ് ചെയ്യുന്നവർക്കുള്ളതാണ്. നല്ല കിടിലൻ അപ്ഡേറ്റ് ആണെന്ന് പറയാം. നമുക്കറിയാം, സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഓട്ടോ ഡബിങ് ഒക്കെ ഉണ്ട്. നമുക്ക് വ്യത്യസ്ത ലാംഗ്വേജുകളിൽ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ കഴിയും. ഇതുപോലെ നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈവിന് താഴെ ഒരുപാട് ആളുകൾ ചാറ്റ് ചെയ്യുമല്ലോ, ലൈവ് ചാറ്റ് വരും. ഇനി മുതൽ അതും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരു ഭാഷയിൽ നമുക്ക് വരുന്ന ചാറ്റുകൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാമെന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് രാജ്യങ്ങൾക്ക് അതീതമായിട്ട് നമുക്ക് ഏത് ഭാഷയിൽ ഉള്ളവരാണെങ്കിൽ കൂടി നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്താൻ യൂട്യൂബ് ലൈവിലൂടെ കഴിയും. അതിന് യൂട്യൂബ് തന്നെ നമ്മളെ സഹായിക്കുന്ന കിടിലൻ ഒരു അപ്ഡേറ്റ് ആണ് ആദ്യത്തേത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ മാത്രമല്ല, നമുക്ക് ലോകം മുഴുവൻ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ വളർത്താൻ കഴിയും എന്നുള്ളതാണ് ഈ അപ്ഡേറ്റിന്റെ ഒരു ഗുണം. രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. നമുക്കറിയാം, യൂട്യൂബിൽ സാധാരണ കുട്ടികളൊക്കെ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അതിനിടയിൽ വെച്ചിട്ട് യൂട്യൂബ് വെരിഫിക്കേഷൻ ചോദിക്കാറുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്യാൻ പറയാറുണ്ട്, ഏജ് ഒക്കെ ചോദിച്ചിട്ട്. അതുപോലെ അത് സൂപ്പർവൈസ്ഡ് അക്കൗണ്ട്സിലേക്ക് മാറ്റാനൊക്കെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആകും എന്നൊക്കെ പറയാറില്ല. അപ്പോൾ അതിൽ കൂടുതൽ കൺട്രോൾ യൂട്യൂബ് കൊണ്ടുവരികയാണ്. ഇനി രക്ഷിതാക്കൾക്ക് തന്നെ അവരുടെ ഫോണിൽ നിന്ന് കുട്ടികൾക്കായിട്ടുള്ള സൂപ്പർവൈസ്ഡ് അക്കൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള വീഡിയോസുകൾ, ഈ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ നേട്ടമാണ്. ഇതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്നുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ അപ്ഡേറ്റ് നോക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇത് ഡെസ്ക് ടോപ്പ് വേർഷനിലെ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്കാണ്. നമുക്കറിയാം, അവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ ടാബ് ഉണ്ട്. അപ്പോൾ അവിടെ നേരത്തെയൊക്കെ വീഡിയോസുകൾ ലിസ്റ്റ് വൈസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ അത് വളരെ ചെറുതായിട്ടാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇനി മുതൽ ഗ്രിഡ്, അതായത് തംബ്നെയിലായിരിക്കും അട്രാക്റ്റീവ് ആയിട്ട് കാണുക. കുറച്ചുകൂടി വൈഡ് ആയിട്ട് ഗ്രിഡ് ലൈനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, ഇതിന്റെ ഒരു മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തംബ്നെയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും ആളുകൾക്ക്. അപ്പോൾ ആ തംബ്നെയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ക്രിയേറ്റേഴ്സ് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൂടുതൽ തംബ്നെയിലുകൾ നന്നാക്കുക എന്നുള്ളതാണ്. ടൈറ്റിൽ ചെറുതായിട്ടാണ് അവിടെ കാണിക്കുക. അപ്പൊ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ തംബ്നെയിലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ചെയ്യുക. കാരണം ഇനി മുതൽ ഡെസ്ക് ടോപ്പ് വേർഷനിലെ ലാപ്ടോപ്പിലൊക്കെ വീഡിയോസ് നോക്കി കഴിയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ടാബിൽ അവിടെ കാണുന്നത് ഗ്രിഡ് ലൈനിൽ തംബ്നെയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ്. നാലാമത്തെ അപ്ഡേറ്റ് AI മ്യൂസിക് പ്ലേലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, ഈ AI എന്ന് പറയുമ്പോൾ വളരെ മാറ്റങ്ങളാണ് ഓരോ ദിവസവും ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ യൂട്യൂബിൽ ഇനി മുതൽ നമുക്കൊരു സോങ് വേണമെന്നുണ്ടെങ്കിൽ AIയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI തന്നെ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ, ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ള മ്യൂസിക് ആണ് വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പിലുള്ള ഒരു പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബ് തന്നെ നൽകുന്നതാണ്. ഇതാണ് നാലാമത്തെ അപ്ഡേറ്റ്. ഇനി നമുക്ക് അഞ്ചാമത്തെ അപ്ഡേറ്റ് നോക്കാം. അഞ്ചാമത്തെ അപ്ഡേറ്റ് എന്നുള്ളത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്, ദോഷകരമാകുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും AIയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വാച്ച് ടൈം കിട്ടും, കൂടുതൽ റവന്യൂ കിട്ടും, നല്ല വ്യൂസ് കൂടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ AIയോട് നമുക്ക് നമ്മുടെ വ്യൂവർ അത് കാണുമ്പോൾ നമ്മളൊരു 10 മിനിറ്റിന്റെ അല്ലെങ്കിൽ 20 മിനിറ്റിന്റെ വീഡിയോ ആണ് ചെയ്തത് എങ്കിൽ അതിന്റെ സമ്മറി AI ഉപയോഗിച്ചിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് ചോദിക്കാൻ പറ്റും. ആ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ കുറച്ച് സമയം കാണുമ്പോൾ തന്നെ AI ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ വ്യൂവർക്ക് പറഞ്ഞു കൊടുത്താൽ എന്തായിരിക്കും ആ ഒരു ആള് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ ഇതുപോലെയുള്ള എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു ദോഷമായേക്കാം. അപ്പോൾ കൂടുതൽ എന്റർടൈൻമെന്റും ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യുക. കാരണം ഇതുപോലെയുള്ള വ്യൂവേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള, അവരുടെ സമയം പാഴാകാത്ത രീതിയിലുള്ള അപ്ഡേറ്റുകളും യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ തീർച്ചയായിട്ടും ആളുകൾ ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ അപ്ഡേറ്റുകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. നിങ്ങളുടെയൊക്കെ ചാനൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം
ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.